ലൈവായോ? യെസ്, ലൈവായിട്ടുണ്ട്. എത്ര സമയത്ത് എൻ്റെ പരിശ്രമമെന്നറിയോ? ഒരു അരമണിക്കൂറായില്ല, ഒരു 35 മിനിറ്റായിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. രാഷിദ് മോൻസ് ഹായ്, രാധിക അശോകൻ ഹായ്, അനസ് ഹായ്, ഷിജി മോനി ഹായ്, ജയലക്ഷ്മി, ജയഗണേഷ് ഹായ്, എല്ലാവർക്കും ഹായ്, നമസ്കാരം. റിയലി സോറി, ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഫോണിനകത്ത് ഞാൻ ഈ കോൾസ് വന്ന് ഡിസ്റ്റർബ് ആവണ്ടെന്ന് കരുതിയിട്ട് ഞാനൊന്ന് കോൾസ് ബ്ലോക്ക് ചെയ്തിട്ടിട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൊത്തത്തിൽ ബ്ലോക്ക് ആയിപ്പോയി. ഞാൻ നേരത്തെ ഒരു ഫസ്റ്റ് ലൈവ് വന്നിട്ട് ഞാനത് എന്നിട്ട് ഷെയർ ചെയ്തിട്ടു. സോറി, റിയലി സോറി. ഞാൻ ഒരു 7 കാലമായപ്പോഴേ ഞാൻ മൊത്തത്തിൽ ഫ്രീ ആയിട്ട് വന്നിരിക്കുകയായിരുന്നു. സോ സോറി. ജിഷ ഹായ്, മുഹമ്മദ് മോഹസിൻ കര ഹലോ, നിവേദിത ഹായ്, മേധ ഹായ്, നിവ്യ ഹായ്, ആവണി യെസ് സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട്, സുഖാണോ? ദീപ യെസ് സുഖമായിട്ടിരിക്കുന്നു. പരസ്പരം സീരിയൽ ഉണ്ടായിരുന്ന അല്ലേ? അതെ അനൂപ്, അതെ. എന്തൊക്കെയുണ്ട്? ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും എന്നറിയാം. ഞാനും വീട്ടിൽ തന്നെയാണ്. യെസ് രാധിക സുഖമായിട്ടിരിക്കുന്നു. അമൃത സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് കുറേ ആയിട്ട് ലൈവ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടിയില്ല. ഇപ്പോൾ വിചാരിച്ചു എന്തായാലും എല്ലാവരോടും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടറിയാം എന്നൊക്കെ വിചാരിച്ചിട്ട് ലൈവിൽ വന്നു. യെസ് നീതു സുഖമായിട്ടിരിക്കുന്നു. കുറേ ഹായ് വരുന്നുണ്ട്. എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ പൂക്കാലം വരവായി സീരിയലിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ചോദിച്ചോളൂ. ഫൈറൂസ് ഹലോ. LD ശ്രീനി താങ്ക് യു സോ മച്ച്. വിപിൻ സുഖമായിട്ടിരിക്കുന്നു. ജിതേഷ് ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലായതുകൊണ്ട് അച്ചു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഓ യെസ്, ഞങ്ങളും നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി പോയിട്ട് ലൈവ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ റേഞ്ചുള്ള സ്ഥലം തപ്പി നടന്നിട്ട് അവസാനം ഇപ്പോൾ ടെറസിൽ ബാൽക്കണിയിൽ വന്നിട്ട് നിൽക്കുകയാണ്. കുറേ ഞാൻ ട്രൈ ചെയ്തു. സോറി ഗൈസ്, സോ സോറി. അഭിലാഷ് സുഖമായിട്ടിരിക്കുന്നു. കുറേ പേരുടെ മെസ്സേജസ് ഹായ് 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 കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനുണ്ടോ? എന്താണ് എല്ലാവരുടെയും ലോക്ക്ഡൗൺ വിശേഷങ്ങൾ? അമൃത എന്തെടുക്കുന്നു? വീട്ടിലെല്ലാവർക്കും സുഖമായിരിക്കുന്നു? യെസ് സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായി പോകുന്നു. ആരുഷ ഹായ്, നമ്മൾ വെച്ച് കണ്ടു. സോറി, ആ മെസ്സേജ് കണ്ടില്ല. ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ല. ഫുൾ എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും വീട്ടിലിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ആയിട്ട് ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. വീട് എവിടെയാണ്? വീട് കൊല്ലത്താണ്. അയ്യോ, പാട്ടൊക്കെ പാടാൻ വന്നിട്ടുണ്ട്. ഞാൻ ലൈവിൽ വന്ന് ആ സമയം തെറ്റിയതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റുന്നതേ ഉള്ളൂ. ഇത്രയും നേരം സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും ഹറിബരിയും ഒക്കെ ആയിപ്പോയി. അമീര വീട് കൊല്ലത്താണ്. പൂക്കാലം വരവായി സീരിയൽ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. രാജേഷ് അതേ സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാവർക്കും സുഖമാണ്. വീട്ടിൽ വെറുതെ ഇരിപ്പല്ല, വീട്ടിൽ ഇഷ്ടം പോലെ പണിയില്ലേ. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ മാത്രം എനിക്ക് സമയമില്ല. ശില്പ യെസ്, വില്ലത്തി വേഷം വേണ്ട, ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ എന്തായാലും കുറയ്ക്കുന്നുണ്ട് വില്ലത്തി വേഷം. ഹായ് രഞ്ജിത്ത്. ജിൻസി ഹായ്. മോൾക്ക് സുഖമായിട്ടിരിക്കുന്നു. ആതിര ഒരു മാസ്ക് വെക്കാമായിരുന്നു. ഞാൻ വീട്ടിലായതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്. ഞാൻ ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം പുറത്ത് പോയിട്ടില്ല. ഒരു തവണ മോളെയും കൊണ്ട് വാക്സിനേഷൻ എടുക്കാനായിട്ടാണ് പുറത്ത് പോയത്. പുറത്തിറങ്ങിയാൽ മസ്റ്റായിട്ട് മാസ്ക് വെക്കണം. എല്ലാവരും പേഴ്സണൽ ഹൈജീൻ പാലിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. അധികം കറങ്ങി നടക്കാണ്ട് പുറത്ത് പോകുന്ന അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. കിരൺ ഹായ്. രാഹുൽ ഹായ്. ഷൂട്ടിന് എന്ന് മുതലാ സൂരജ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോരട്ടെ. ഷൂട്ട് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അറിയാമല്ലോ, എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുറത്തെ സാഹചര്യമൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയില്ല. ജിഷ്ണു ഹായ്. ജിഷ്ണു ഞാൻ മെസ്സേജ് കണ്ടില്ല കേട്ടോ നേരത്തെ. സീരിയൽ ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ്. എന്താ സുഖമാണോ? യെസ് സുഖമായിട്ടിരിക്കുന്നു.
താങ്ക് യു നിവേദിത, താങ്ക് യു സോ മച്ച്. ശശിധരൻ നമസ്കാരം. മിനു റഫീഖ്, യെസ് മാറ്റി പിടിക്കുന്നുണ്ട്. കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ആരതി ഹായ് ഹലോ. കുറേ ഹായ് ഹലോ വരുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു രാജലക്ഷ്മി. ഷമി ഹായ്. ജിബിൻ പ്രിൻസ് ഹായ്. ലാൽ ജോസിൻ്റെ പുതിയ ചിത്രത്തിലുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? തെറ്റാണ്. മോളുടെ പേര് ദുവാ പർവീൻ. സൗമ്യ ദുവാ പർവീൻ നാട്ടാ. താങ്ക് യു സോ മച്ച്. ന്യൂ പ്രൊജക്ട്സ് ഒന്നുമില്ല. മാരീഡ് ആണോ? ഹസ്ബൻഡ് ചെയ്യുന്നു. ബിന്ദു വാര്യർ, ഞാൻ മാരീഡ് ആണ്. ഹസ്ബൻഡ് ബിസിനസ്സാണ്. പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട്. വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ട് അറിയാമല്ലോ, എല്ലാവരെയും പോലെ തന്നെ ഞാനും വീട്ടിലിരിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി. വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുണ്ട്, ഹസ്ബൻഡിൻ്റെ പാരൻസ് ഉണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്. ഒരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഒത്തിരി പേരുള്ളത് കൊണ്ട് ഓൾവേസ് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ ഇനിയും നീളാൻ ചാൻസ് ഉണ്ടോ? എന്താകുമോ എന്തോ അറിയില്ല. സീരിയൽ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടോ? യെസ്, ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മോളുടെ പേര് ദുവാ പർവീൻ. മോൾ എന്ത് ചെയ്യും? മോൾ താഴെ ഉറങ്ങുകയാണ്. മോൾ ഉറങ്ങിയ സമയത്താണ് ഞാൻ ലൈവിന് മുകളിലേക്ക് കയറിയത്. സൻഷ് മാരാർ നമസ്കാരം. പിന്നെ എന്തുണ്ട്? സീരിയൽ എന്നും സ്റ്റാർട്ട് ചെയ്യും? ഒന്നും അറിയില്ല, സോറി. സീരിയലിൻ്റെ കാര്യമൊന്നും ഇതുവരെയും ഒന്നും ആയിട്ടില്ല. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഒന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഭംഗിയായി തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. കേരളം സീരിയൽസ് മിസ് ചെയ്യുന്നു. യെസ്, ഞങ്ങൾ മിസ് ചെയ്യുന്നു. പിന്നെന്താ? പിന്നെ കുറേ പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പൂക്കാലമരവായി സീരിയലിൽ വന്നത്, സീരിയലിലെ ക്രൂ എങ്ങനെയാണ്, അതിൻ്റെ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൈവിൽ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അതിനെയൊക്കെ പറ്റിയിട്ട് പറയാമെന്ന്. അപ്പോൾ കേരളയിൽ നമ്മുടെ അതിനു മുന്നേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ അറിയണ്ടേ. നമ്മുടെ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് വർഷിപ്പ് നമ്മുടെ TS സജി സാറാണ് പൂക്കാലമരവായുടെ ഡയറക്ടർ. പിന്നെ അതിൻ്റെ റൈറ്റർ പ്രവീൺ ഇറവങ്കർ. പിന്നെ അതിൻ്റെ ക്യാമറാമാൻ ശ്രീകുമാരേട്ടൻ, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് മോദിച്ചേട്ടൻ, ജയൻ ചേട്ടൻ. ഇവരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ. ഇവരൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ നമ്മുടെ അസോസിയേറ്റ് രതീഷ് ഏട്ടൻ, അങ്ങനെ അനിലേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. ലിസ്റ്റ് പറയാനാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് പൂക്കാലമരവായി സീരിയൽ. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. വളരെ നല്ലൊരു ക്യാരക്ടറല്ലേ എന്നെ അവർ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെന്താ? സജിത്ത്, മോൾക്ക് എത്ര ഏജായി? മോൾക്ക് ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് 3 years ആവും. മാളവിക നമ്പ്യാരാലോ, പാട്ട് പാടുമോ? പാട്ട് നമുക്ക് നോക്കാം. പിന്നെ എന്താ? പൂക്കാലമരവായി എൻ്റെ ഫേവറേറ്റ് സീരിയലാണ്. താങ്ക് യു ഷീജ. അശ്വതി ഹായ്. സുധാകരൻ ഹായ്. ചേച്ചി എപ്പോഴാണ് മൂക്ക് കുത്തിയത്? ഞാൻ മൂക്ക് കുത്തിയത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. രമ്യ. മോള് താഴെ നിൽക്കുകയാണ്. നിയാസ്. കുഞ്ഞാവയെ വീട്ടിൽ ദുവാന്ന് തന്നെ വിളിക്കണം. ഷിഫാന ഹായ്. വളരെ ബോൾഡ് ആക്ടിങ് ആണല്ലോ. അതിൻ്റെ ക്യാരക്ടറിൻ്റെയാണ്, എനിക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ബോൾഡ്നെസ് ആണ് നിങ്ങൾ കാണുന്നത്. ബിംഷ, താങ്ക് യു സോ മച്ച് ചേച്ചി. എന്താണെന്നറിയില്ല, എനിക്ക് വരുന്നതൊക്കെ ഈ നെഗറ്റീവ് ക്യാരക്ടറാണ്, അതുകൊണ്ടായിരിക്കും. ഞാനൊരു ഹായ് പറഞ്ഞപ്പോൾ പോയല്ലോ നേരത്തെ. ബബിഷ സജിൻ ഹായ്. ജാനി, താങ്ക് യു സോ മച്ച്. കുഞ്ഞ് താഴെയാണ്. റിയാൻ, സീരിയലാണോ ഫിലിമാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എനിക്ക് രണ്ടിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. രണ്ടും ഒരേപോലെ തന്നെയാണ്. സുചിത്ര, താങ്ക് യു സോ മച്ച്. ഹായ് 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 ഹായ്. പിന്നെ കുറേ ഹായ് വരുന്നുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ലോക്ക്ഡൗൺ സ്പെൻഡ് ചെയ്യുന്നത്? എങ്ങനെയുണ്ട്? താങ്ക് യു രാധിക. കുറേ ഹായ് വരുന്നുണ്ട്. നല്ല ടയേർഡായല്ലോ ചേച്ചി. ടയേർഡായത് എന്താണെന്നറിയോ? ഞാനിവിടെ റൂമിലെല്ലാം സെറ്റ് ചെയ്ത് ലൈവിന് വരാനൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു തരത്തിൽ റേഞ്ച് കിട്ടുന്നില്ല. ആകെ ചളക്കുളമായി.
ആകെ പ്രശ്നമായി. ഇനി എനിക്ക് ലൈവ് വേണ്ട. ഇപ്പോൾ വന്നിട്ട് ചോദിക്കുക ഇനി ലൈവ് വേണോ നീ ഫോണിൽ. ഞാനങ്ങനെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അവിടെ ഒട്ടും റേഞ്ച് ഇല്ല. പിന്നെ ഫോണിൽ ഞാൻ കോൾ വന്ന് ഡിസ്റ്റർബ് ആവാതിരിക്കാനായിട്ട് എന്തോ ഒരു മോഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ചളകുളമായി പോയി. സോ സോറി. താങ്ക് യു ആതിര. സുഖമായിട്ടിരിക്കുന്നു ലത്തീഫ്. താങ്ക് യു സോ മച്ച് ശ്രീ ആദി. വാവ ഉറക്കമായിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ബഹളമൊന്നും കേൾക്കുന്നില്ല. രവീന്ദ്രൻ ഹായ്. റിഫാൻ താങ്ക് യു സോ മച്ച്. മിന്നു രാജേഷ് മോൾക്ക് ഇപ്പം 3 വയസ്സാകുന്നു നെക്സ്റ്റ് വീക്കിൽ. ലീന ബാബു എൻ്റെ പേര് ലക്ഷ്മി. ജാസ്മിൻ ഹായ്. പിന്നെന്തൊക്കെ എന്നോട് ചോദിക്കാനുള്ളത്? മനു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പി സി താഹിര ഹായ്. നിജാരേക്ക് സുഖാണല്ലോ. ഹിമ താങ്ക് യു സോ മച്ച്. റയാൻ മോളുടെ പേര് ദുവ. ജയൻ നമ്പ്യാർ യെസ് ഐ ആം ഗുഡ്, ഹൗ ആർ യു? താഹിര ഹായ്. തടി കൂടിപ്പോയി. തടി ഈ ലോക്ക്ഡൗൺ ആയതിൻ്റെയാണ് തടി കൂടിയത്. നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ആതിര. ചേച്ചി ലോക്ക്ഡൗൺ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? യെസ് ഇങ്ങനെ ചോദിക്കൂ. താങ്ക് യു അക്ഷയ. ലോക്ക്ഡൗൺ ധന്യ ഐ മിസ് യു ടു. പിന്നെ ലോക്ക്ഡൗൺ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? ലോക്ക്ഡൗൺ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ പണി വീട്ടിലുള്ളത് കൊണ്ട് വീട്ടിലൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങൾ നോക്കി. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അടിപൊളിയായി സ്പെൻഡ് ചെയ്ത് പോകുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ഹായ്. മോൾക്ക് വയസ്സെത്ര? മോൾക്ക് ഇപ്പോൾ 3 years ആവുന്നു. ബിമിഷ ആമോസ് യെസ് ഇൻ്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നു. ലീന താങ്ക് യു. നമ്മളെ അച്ഛനെ വിളിക്കാനാണ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു മിന്നു. പൂക്കാല മരവായി ഞാനും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പോലെ തന്നെ. താങ്ക് യു സോ മച്ച്. എവിടെയാ വീട്? വീട് കൊല്ലത്താണ്. സുഖമായിട്ടിരിക്കുന്നു. റയാൻ ഹായ്. ഷാനി താങ്ക് യു സോ മച്ച്. പൂക്കാലം വരവായി സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ ഇത്രയും പൂക്കാലം വരവായിയെ സ്നേഹിക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ല നിങ്ങളുടെ ഇത്രയും എന്താ പറയുക, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങളെ ക്യാരക്ടർ വെച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത്രയും അടിപൊളി ക്യാരക്ടർ തന്ന TS അജി സാറിനും പ്രവീൺ ഇരവങ്കര നമ്മുടെ റൈറ്ററിനും ഒരുപാട് നന്ദിയുണ്ട്. വാട്ട്സ് യുവർ ടൈം പാസ് റിഗാർഡിങ് ടു ലോക്ക്ഡൗൺ? ലോക്ക്ഡൗൺ പ്ലേയിങ് വിത്ത് മൈ കിഡ്, അത് തന്നെയാണ് ഏറ്റവും വലിയ ടൈം പാസ്. ദുആ പർവീൻ ഒരു മുസ്ലിം പേരല്ലേ? ലക്ഷ്മി. ഷൂട്ടിന് പോയാൽ കുഞ്ഞിനെ മിസ് ചെയ്യില്ലേ? ഞാൻ ഉറപ്പായിട്ടും മിസ് ചെയ്യും. അതുകൊണ്ട് ഇത്രയും ദിവസം എനിക്ക് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ലുക്കിംഗ് ആഫ്റ്റർ വെരി ലോങ് യെസ്. നാട് എവിടെയാണ്? നാട് കൊല്ലമാണ്. മാരീഡ് ആണോ? യെസ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ യെസ് മാരീഡ് ആണ്. ഒരു കുട്ടിയുണ്ട്. താങ്ക് യു വിദ്യ. താങ്ക് യു സോ മച്ച്. അതെ, അതാണ് നമ്മുടെ അവന്തിക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ തന്നെയായിരിക്കും. അതൊത്തിരി പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ക്രാഫ്റ്റ്സ് മോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ്സിനൊക്കെ ഇരിക്കും. പക്ഷെ എനിക്കിതൊന്നും അറിയില്ല. എനിക്കൊരു പൂ വരയ്ക്കാൻ പോലും അറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പം യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഇല്ലേ, അങ്ങനെ ചെയ്യാറുണ്ട്. ബിമിഷ ഉറപ്പായിട്ടും ആക്കാം. എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് സീരിയൽ. താങ്ക് യു ശ്രീഷ. അബ്ദുൽ അസീസ് താങ്ക് യു സോ മച്ച്. വാവയുടെ ശബ്ദം ഞാനും കേൾക്കുന്നില്ല, താഴെയാന്ന് തോന്നുന്നു. ഞാൻ ടിക്ടോക്കിന് വന്ന സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും റേഞ്ച് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഓടുമായിരുന്നു. സുഖമായിട്ടിരിക്കുന്നു. ജിത്തിന കുക്കിംഗ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മോളുടെ പേരെന്താണ്? അബ്ദുൽ അസീസ്. മോളുടെ പേര് ദുആ പർവീൻ. ആരതി വാവ താഴെയാണുള്ളത്, ഉറങ്ങുമായിരുന്നു, ഇപ്പം എണീറ്റിട്ടുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ചേച്ചി അടിപൊളിയാണ് കേട്ടോ. ലവ് യു. ഐ ലവ് യു ടു ഷിഫാന. സുനിൽ ഹായ്. കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടത്താറുണ്ടോ? തീർച്ചയായിട്ടും നടത്താറുണ്ട്.
വാവയെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വാവ താഴെ നിൽക്കുകയാണ്. ടിക്ടോക്കിലും താങ്ക് യു സോ മച്ച്. സ്റ്റിൽ യൂത്ത് ആണല്ലോ ചേച്ചി, കുഞ്ഞുണ്ടെന്നൊന്നും കണ്ടാൽ പറയില്ല. താങ്ക് യു അഖില, താങ്ക് യു ആതിര. ഇപ്പോൾ നെഗറ്റീവ്, അതെ, മുൻപ് എത്ര പാവം ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നതാണല്ലേ. അവന്തിക ഉടൻ തിരിച്ചു വരും. അവന്തിക തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് അവിടെ അടി ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ. അതുകൊണ്ട് അവന്തിക ഉടൻ തന്നെ തിരിച്ച് അടുത്തൊരു ബോംബുമായി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാറ് വിളിക്കുമായിരിക്കും. ഇല്ല, സാറ് വിളിച്ചു, അവന്തിക തിരിച്ചു വരും എന്ന് പറഞ്ഞു. പിന്നെ കുറേ ഹായ് ഹലോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മോള് മൊബൈൽ എടുക്കാറില്ലേ? യെസ്, എടുക്കാറുണ്ട്. സുഖമായിട്ടിരിക്കുന്നു ജയദേവൻ. പിന്നെ അയ്യോ, എന്തോ ഞാൻ പറയാൻ മറന്നു. താങ്ക് യു ബിമിഷ. ശ്രീഷ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അബ്ദുൽ അസീസ്. ചിത്തിന ഹായ്. നോമ്പ് തുറന്നു? യെസ്, നോമ്പ് തുറന്നിട്ടാണ് ഞാൻ ലൈവിന് വന്നത്. താങ്ക് യു ബബിഷ. പാട്ട് പാടാം, ഇപ്പോൾ ലൈവിൽ വന്നതല്ലേ ഉള്ളൂ, ഉള്ളവരെ ഞാനിനി പറഞ്ഞു പിടിക്കുന്നില്ല. രതീഷ് ഹായ്. നിനുമോൾ താങ്ക് യു സോ മച്ച്. റിയാസ് ബാബു ഹായ്. ഷീബ ഹായ്. അസര് സുഖമായിട്ടിരിക്കുന്നു. സുലു, സീരിയൽ അല്ലാതെ എന്താ ഹോബീസ്? സീരിയൽ അല്ലാണ്ട് ഇഷ്ടംപോലെ ഉറങ്ങാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് അവന്തികയെ ഇഷ്ടമാണ്. അവളുടെ പേരും അവന്തിക എന്നാണ്. ആദ്യമായിട്ടാണ് കുട്ടികളൊക്കെ അവന്തിക ഇഷ്ടമാണെന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അവന്തിക ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് കുട്ടികളൊക്കെ. പൈസയെ കൊണ്ടോ കയ്യിൽ വളരെ ബുദ്ധിമുട്ടാണോ വെച്ചിട്ട് വളരെ നല്ലൊരു ചോദ്യം ഇപ്പോൾ ലൈവിൽ ചോദിച്ചത്. ആരും ചിലപ്പോൾ ലൈവിൽ ചോദിച്ചിട്ടുണ്ടാവില്ല. സീരിയലൊന്നും ഇല്ലല്ലോ, പൈസ വല്ലതും ഉണ്ടോന്ന്. വളരെ ബുദ്ധിമുട്ടാണ്. ഷാലു താങ്ക് യു സോ മച്ച്. ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു എബിൻ. പിന്നെന്താ, സീരിയൽ എപ്പോഴും ഉണ്ടാക്കുക? ഞങ്ങളും വെയിറ്റിങ്ങിലാണ് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിയാണ്ട് നമുക്ക്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ എത്തിപ്പെടണ്ടേ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ ഉണ്ടാവുള്ളൂ. ഇതുവരെ അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല. ഐ ആം ഗുഡ് ഷൈനി, താങ്ക് യു സോ മച്ച്. പിന്നെന്താ, വീട് കൊല്ലത്താണ്. ഇതൊക്കെയാണ് എൻ്റെ ലോക്ക്ഡൗൺ വിശേഷങ്ങൾ. ഞാൻ വീട്ടിലിരുന്ന് ഇതേപോലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് മോളുടെ കൂടെ ഇപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റത് ഷൂട്ടിന് വരും ഇടയ്ക്ക് കുറച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഷൂട്ടില്ല, എന്നാൽ പോലും മോളെ മിസ് ചെയ്യേണ്ട അവസരം വരും. പക്ഷേ ഇപ്പം വലിയ ഒരു പ്രശ്നമില്ല. ലോക്ക്ഡൗൺ ആ ഒരു പീരീഡിൽ ഫുൾ ടൈം അവളുമായിട്ട് എൻഗേജ്ഡ് ആയി പോകുന്നുണ്ട്. ജിഷ്ണു എം പിള്ളൈ എന്താണ് റിക്വസ്റ്റ്? ഫിറോസ് ഹായ്. അനുജ ഹായ്. പ്രശാന്ത് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ മോളുമായിട്ട് എൻഗേജ്ഡായി ഇങ്ങനെ പോകുന്നു. പിന്നെ വീട്ടിലിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. കേശുക്കുട്ടൻ്റെ പിറന്ന നാളെയാണെന്ന് വിഷ് ചെയ്യാമോ? കേശുക്കുട്ട, മെനി മോ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സപ്തതിയെ വെറുതെ വിടൂ? നോ, നെവർ. ഞാൻ സമ്മതിക്കോ? പിന്നെ നൈസ് ടു മീറ്റ് യു. താങ്ക് യു സോ മച്ച്. ഹസ് നല്ല സപ്പോർട്ടാണോ? അതെ, ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും അതിനുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ആസ് ബി ഹായ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു? അതെ, കല്യാണം കഴിഞ്ഞു. ആതിര താങ്ക് യു സോ മച്ച്. നല്ല ഭംഗിയാണ് കാണാൻ. താങ്ക് യു ഷീജ. ലക്ഷ്മി ഉന്നതങ്ങളിൽ എത്തട്ടെ. താങ്ക് യു. ഗീതു ക്യൂട്ട് സ്മൈൽ. താങ്ക് യു. സ്മൈൽ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിതു സുഖമായിട്ടിരിക്കുന്നു. ചിത്രലേഖ, മോൾക്കിപ്പോൾ 3 വയസ്സാവുന്നു. ഒരു പാട്ട് പാടൂ? ഫിലിമൊക്കെ നോക്കൂ. യെസ്, താങ്ക് യു മിന്നു രാജേഷ്. ഹസ് നല്ല സപ്പോർട്ടാണ്. എൻ്റെ മക്കൾക്ക് ഒരു ഹായ് പറയാമോ? ശ്രീഷ, അശ്വന്ത്, സാവന്ത്, അനു, സനൂപ ഹായ്. പിന്നെ നീ എവിടെ പോയാലും പ്രശ്നങ്ങളാണ്? യെസ്, എവിടെ പോയാലും പ്രശ്നങ്ങളാണ്. പിന്നെന്താണ്,
പിന്നെന്താണ് പിന്നെ നമ്മുടെ സി കേരളയുടെ ഭാഗത്തു നിന്നൊരു സന്തോഷ വർത്തമാനമുണ്ട്. നമ്മുടെ സി കേരളയുടെ തന്നെ ഹിറ്റ് ഷോ ആയ സിയുടെ സരിഗമപ ഇപ്പോൾ 25 ഇയേഴ്സ് ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഹിറ്റ് ഷോ ആണ് നമ്മുടെ സി കേരളത്തിലെ സരിഗമപ കേരളം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ നമ്മളങ്ങനെ വിടില്ലല്ലോ, നിങ്ങളെ മിസ് ചെയ്യാൻ അനുവദിക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പഴയ ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡ്സ് ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇനി നിങ്ങളെ വീട്ടിലിരുന്ന്, അതായത് അവരവരുടെ വീട്ടിലിരുന്ന് പാടി ഒരു അരമണിക്കൂർ FB ലൈവിൽ വന്ന് എൻ്റർടൈൻ ചെയ്യാനായിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ ലൈവൊക്കെ കാണുക, FB ലൈവൊക്കെ കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ഈ ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ ലോക്ക്ഡൗണിൽ ഇരിക്കുന്നത് പോലെ തന്നെ അവരുടെയും ഷൂട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ കൊറോണയുടെ പീരീഡൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അടിപൊളി പാട്ടുകളുമായിട്ട് വീണ്ടും നമ്മളെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഷോയിലൂടെ തിരിച്ചു വരും. അതുവഴി നമുക്കിങ്ങനെ FB ലൈവിലൂടെയൊക്കെ അവർ പാട്ട് പാടി എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി അവരുടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള അവരുടെ ലൈവിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവരുടെ FB പേജിൽ തന്നെ ഉടനടി വരുന്നതായിരിക്കും, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ലിക്കിയ, താങ്ക് യു സോ മച്ച്. ആൻറ്റോ വർഗീസ് ആരുടെ ബർത്ത്ഡേ വിഷാണ്? അരുൺ വിജയ് ഹായ്. സൈനൂറ അമലേഷ് സൈനൂറ ഹായ്. മേഘ ഹായ്. ലവ് യു വില്ലത്തി, ഐ ലവ് യു ടു. പിന്നെ താങ്ക് യു സോ മച്ച് തിനിയാർ ജോർജ്. വീട്ടിലെ എല്ലാവരെയും അന്വേഷണം അറിയിക്കണം. ഷുവറായിട്ടും ഞാൻ അന്വേഷണം പറയുന്നതായിരിക്കും. ഹസ്ബൻഡ് ബിസിനസ്സാണ്, ടിക്ടോക്ക് കാണാറുണ്ട്. സൂപ്പർ, താങ്ക് യു സോ മച്ച്. പൂക്കാല മരവായി വില്ലത്തി, സൂപ്പർ, താങ്ക് യു. വാവ സുഖമായിരിക്കുന്നു. ദെൻ സി കേരളം വിസ്മയരാവ് പ്രോഗ്രാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സി കേരളത്തിൻ്റെ വിസ്മയരാവ് എനിക്ക് ഓർമ്മയുണ്ട്. ലോക്ക്ഡൗണൊക്കെ എങ്ങനെ പോകുന്നു? ലോക്ക്ഡൗണൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ മറക്കണ്ട, നമ്മുടെ സരിഗമപയുടെ 25 ഇയേഴ്സ് സെലിബ്രേഷനാണ്. അതേ, നമ്മുടെ സരിഗമപയുടെ 25 ഇയേഴ്സ് സെലിബ്രേഷനാണ്. അപ്പോൾ ആ സരിഗമപ പോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ സരിഗമപ കേരളവും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവരുടെ അപ്ഡേറ്റ്സൊക്കെ ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് FBയിലൂടെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കുക, അവരെയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. സുനിൽ കുമാർ ഹായ്. ലവ് മാരേജ് ആയിരുന്നു ദിവ്യ. ദീപ താങ്ക് യു സോ മച്ച്. റനീഷ രവീന്ദ്രൻ ഹായ്. ചേച്ചിക്ക് നെഗറ്റീവ് ക്യാരക്ടറാണ്, സൂപ്പർ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഫുൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് തന്നെ വരുന്നത്. താടിക്കാരനെ തിരക്കിയെന്ന് പറയൂ, ഉറപ്പായിട്ടും. കുഞ്ഞ് കരയുന്നുണ്ടോ? കുഞ്ഞ് താഴെ ഇരുന്ന് ബഹളം വെക്കുന്നുണ്ട്, അതിവിടെ കേൾക്കാം. വില്ലത്തി മുഖമൊന്നും ചേരില്ല. പാട്ടിൻ്റെ സജഷൻസൊക്കെ വന്നു തുടങ്ങിട്ടോ. ഹലോ സിമി ഹായ്. പൂക്കാല മരവായി സൂപ്പർ സീരിയലാണ്, താങ്ക് യു സോ മച്ച്. ഒൾട്രിക് ദാസ് യേശുദാസ് ഹലോ. മറ്റേ എന്താണ് മനസ്സിലായില്ല? സെയ്ദ് മനസ്സിലായില്ല കേട്ടോ മെസ്സേജ്. സുഖമായിട്ടിരിക്കുന്നു ഷഫീഖ്. ഹായ് ഷിജിൻ. ദൗലത്ത് ഹലോ. ഋഷിക താങ്ക് യു സോ മച്ച്. ഹായ് ചേച്ചി, ഷൂട്ടിംഗ് ഇനി എന്നായിരിക്കും? ഒന്നും അറിയില്ലടാ, ഷൂട്ടിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ഒന്നും നമുക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അറിയില്ല, ഇതൊക്കെ നോക്കണം. ഇർഷാദ് കണ്ടു കേട്ടോ. രതീഷ് ഹായ്. ബിനി ഹായ്.
രാഹുൽ അമ്മയോട് തന്നെ സ്പെഷ്യൽ അന്വേഷണം പറയാം. ഒരുപാട് മിസ് ചെയ്യുന്നു. യെസ്, ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലൊക്കേഷനിലേക്കൊക്കെ തിരിച്ചെത്താൻ പറ്റട്ടെ. എല്ലാവരുടെയും എല്ലാ പ്രോബ്ലംസും ഒക്കെ മാറട്ടെ. നമ്മളിപ്പം അത്രയും ഒരു ക്രൈസിസിലല്ലേ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മാറി എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും പഴയ സ്ഥിതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ശ്രീജിത്ത് ഹായ്. അബ്ദുൽ അസീസ്, യെസ്, സീരിയലിൽ എന്നെ കല്യാണം കഴിപ്പിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഡയറക്ടർ സർ പ്ലീസ് നോട്ട്. എന്തിൻ്റെ വിശേഷങ്ങൾ? ആതിരാ, സുഖമായിട്ടിരിക്കുന്നു. ഷൂട്ടിംഗ് ഉണ്ടോ? കാറുണ്ട്. താങ്ക് യു രന്യ. താങ്ക് യു ബീനു. ഹലോ. ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. എവിടെയെങ്കിലും ഒന്നിരിക്കാൻ ഞാനിവിടെ റേഞ്ച് തപ്പിപ്പിടിച്ച് ഇവിടെ എത്താൻ പെട്ട പാടുണ്ടല്ലോ. അനിയത്തിയുടെ പിറന്നാളാണ്. വിഷയമോ രമ്യ? അനിയത്തിക്കുട്ടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. മുടി വെട്ടരുതിട്ടോ. ആകെ ഇത്തിരി മുടിയുള്ള ഞാൻ എങ്ങനെ വെട്ടാം? യെസ്, നോമ്പ് തുറന്നു. അജിത് ഹലോ. അശ്വതി ഹായ്. ഹേമ ഹായ്. താങ്ക് യു ഋഷിക. പൂക്കാലം വരവായി വല്ലാതെ മിസ് ചെയ്യുന്നു. യെസ് മഞ്ജു, ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. സുമേഷ് ഹായ്. മുകേഷ് താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നു. ഗഫൂർ, നെഗറ്റീവ് ക്യാരക്ടർ അടിപൊളി. താങ്ക് യു ഷാലു. സുഖമല്ലേ? അംഷം ദോഹ. അജീബ് ഹായ്. മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി? മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി 6 years ആവുന്നു. അനിത ഹായ്. രൂപേഷ് ഹായ്. അജിത് ഹായ്. നിയാസ് ഹായ്. നിന്നോടൊന്നും ചോദിക്കാനില്ല. കുട്ടിയുടെ സ്ഥലം എവിടെ? കൊല്ലം, പള്ളിമുക്ക്. ഷൂട്ടിങ്ങിനിടയിലുണ്ടായ ഒരു രസകരമായ അനുഭവം പറയാമോ? രസകരമായ അനുഭവം കുറേ ഉണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഏതാന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല. അപർണ താങ്ക് യു സോ മച്ച്. അനിത ഹായ്. എനിക്ക് കുറേ ഹായ് മെസ്സേജ് വരുന്നു. നിങ്ങൾക്ക് ഹായ് അല്ലാണ്ട് എന്നോടൊന്നും ചോദിക്കാനില്ല. ദേവിക താങ്ക് യു. ബ്രേസ്ലെറ്റ് ഒന്ന് കാണിക്കാമോ? നല്ല ഭംഗിയുണ്ട്. യെസ്.